ഈ കർത്താവിന് നമ്മോട് വീണ്ടും സംസാരിക്കാനുണ്ട്. Amen. The Lord still has much to say to us once again this evening. നമ്മുടെ അവൈലബിലിറ്റിയാണ്, നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ ഓക്കെ ആണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മിൽ നിറയ്ക്കാൻ അവൻ റെഡിയാണ്. If we are available in the presence of God, God is ready to fill us with His presence. ഇന്ന് രാത്രി ഞാൻ വന്നതുപോലെ തിരിച്ചു പോകില്ല എന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that I will not go back the same way I walked in? ഇന്ന് രാത്രി ഞാൻ ഒരു വിടുതലെങ്കിലും പ്രാപിച്ച് മടങ്ങത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? How many of you believe that I will go home having received at least one deliverance? ഇന്ന് രാത്രി ഓരോരുത്തരെയും തൊടുന്ന രാത്രിയായി മാറുകയാണ്. This night will be a night where the Lord will touch each one of us. അഭിഷേകത്തിന്റെ ശക്തി എവിടെ വ്യാപരിച്ചിട്ടുണ്ടോ, wherever the power of the anointing is at work, അവിടെ വിടുതൽ നടന്നിട്ടുണ്ട്. there liberty and deliverance has taken place. ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആരെല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ, anyone who has given themselves to the presence of God, അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. that person will see the work of God manifesting. ഇന്ന് രാത്രി മുൻവിധികളെ മാറ്റി വെച്ചുകൊണ്ട് forget your past and every declaration over you. രാത്രി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ become ready to give yourself to the presence of God. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. God will do a miracle for us. പ്രിയ മോനെ വർഷിപ്പ് ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, as the man of God was leading worship, വളരെ ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. I was enjoying and submitting in the presence of God. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം രാത്രി ഇവിടെ ഉണ്ട്. may the presence of our great God is among us this evening. പ്രിയ ദൈവദാസൻ ഇങ്ങനെ തന്നെ പറഞ്ഞു, ഞാൻ അങ്ങനെ തന്നെ പറയുകയാണ്, നീ ഒരു ദൈവദാസനാണ്. Praise the Lord. Amen. Hallelujah. I'm calling you a man of God. അപ്പോൾ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. I lift my eyes unto the hills. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? Where does my help come from? അതൊരു മാനുഷികമായ ചോദ്യമാണ്. That is a human question. It is a worldly question. Sometime അത് ചോദിക്കാത്തവർ ആരും ഇവിടെ കാണത്തില്ല. There may not be a single person here who has never asked such a question. എന്നാൽ ഒരു ഭക്തനാണെങ്കിൽ, but if you are a person of faith, അടുത്ത പദം നമുക്ക് കാണാം. we can have the next word. എൻ്റെ സഹായം, my help, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. comes from the Lord who has created the heavens and the earth. നീ ഭൗതിക തലത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ ഒരു ചോദ്യമുണ്ട്. if you are living in a worldly realm, there is an initial question. എന്നാൽ ദൈവത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് തന്നെ ആൻസർ ഉണ്ട്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. but if you are a person of faith, you yourself can answer that question and say, my help comes from the Lord who has created the heavens and the earth. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് എന്നെ സഹായിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട്? how many of you believe that the presence of God who helps me is among me, that is among us this evening? എന്നെ ശക്തീകരിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇവിടെ ഉണ്ട്. and the presence of God that strengthens me is here. ഞാൻ അത് വഹിച്ചുകൊണ്ട് ഇന്ന് പോകത്തുള്ളൂ. I will receive it and go home today. ഇത് വഹിച്ചുകൊണ്ട് വീട്ടിലെത്തിയാൽ വീട്ടിൽ വിടുതലാ. amen. if you take this and bring it to your home, there is deliverance in your home. ഇത് വഹിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഫഷണൽ ഏരിയയിൽ ചെല്ലുമ്പോൾ അവിടെ വിടുതലാ. if you are carrying this and you go to any other realm, there will be liberty there. അന്ധകാര ശക്തി വ്യാപരിക്കുന്ന ഇടത്തിലേക്ക് ചെന്നാൽ അവിടെ അന്ധകാര ശക്തി വിറയ്ക്കും. if you go to a place where the power of darkness is at work, the power of darkness will tremble. ഇന്ന് രാത്രി അത് പ്രാപിച്ചു മടങ്ങുന്ന രാത്രിയായി മാറട്ടെ. may tonight be the night that you go back having received this. വായിച്ച വേദഭാഗത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരാം. I'm coming to a scripture passage to read this. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. letter written to the Romans chapter 12 verses 1 and 2. ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. one person can read it in Malayalam. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. I beseech you therefore, brethren, by the mercies of God, that you present your bodies a living sacrifice, wholly acceptable to God, which is your reasonable sacrifice. ഞാൻ പകലെ ഓർപ്പിച്ചിരുന്നു. This morning I reminded you ദൈവഹിതം തിരിച്ചറിഞ്ഞ് ക്രിസ്തീയ ജീവിതം നയിക്കുക. that we must lead our Christian life having discerned the will of God. ഈ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. and I'm standing in that matter and speaking again. പകലെ ഞാൻ ഓർപ്പിച്ചു, ദൈവത്തിന്റെ മനസ്സലിവ് ദൈവഹിതത്തിലേക്ക് നമ്മെ എത്തിക്കുക എന്നുള്ളതാണ്. This morning I reminded you that the compassion of God leads us into the will of God. ഏദൻ തോട്ടത്തിൽ തേജസ്സോടെ മനുഷ്യനെ സൃഷ്ടിച്ചാക്കി. The Lord created man in all his glory and placed him in the Garden of Eden. അനുസരണക്കേടിലൂടെ മനുഷ്യൻ തേജസ്സ് നഷ്ടപ്പെടുത്തി. and because of his disobedience he lost that glory. എന്നാൽ ആ പദവിയിലേക്ക് പുത്രന്റെ യാഗത്തിലൂടെ മനുഷ്യനെ ദൈവം തിരിച്ചു കൊണ്ടുവന്നു. but in order to bring man back to the same glorious place through the sacrifice of his
his son Jesus. എന്നാൽ കർത്താവ് ഇനി വേഗം വരുന്നു കഴിയുമ്പോൾ ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നാം ചേർക്കപ്പെടും. But when Jesus comes back during the second coming, we will be restored back to that glory. എന്നാൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ But however, when we live on this earth, ബുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. we have to worship God with great wisdom. ഞാൻ പകൽ ഓർപ്പിച്ചു, ബുദ്ധിയിൽ ആരാധിക്കുകയല്ല, Not that we are worshiping him from our intellect, ബുദ്ധിയുള്ള ആരാധന അർപ്പിക്കണം. but we are giving to God a reasonable, acceptable worship. അതിന്റെ പ്രത്യേകത ജീവനും വിശുദ്ധിയുള്ള ആരാധനയാകണം. For that, the uniqueness is about living a life of holiness and sanctification. ജീവനുള്ള ആരാധന എന്ന് പറഞ്ഞാൽ അത് മൂവബിൾ ആണ്, അത് ചലിക്കുന്നതാണ്. When we talk about living worship has life and it moves. തന്നെയല്ല, നമ്മെ യാഗമായി സമർപ്പിക്കണം. Not only that, we are submitting ourselves as a sacrifice. എന്ന് പറഞ്ഞാൽ എരിഞ്ഞു തീരാൻ വേണ്ടി സമർപ്പിക്കപ്പെടണം. In other words, we are giving ourselves to be consumed by the sacrifice. പൂർണ്ണമായി സമർപ്പിക്കപ്പെടണം. Giving ourselves completely. നമ്മുടെ ശരീരത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. Giving our body completely. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി വിട്ടുകൊടുക്കണം. Giving away our hearts completely. പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കണം. And with all our spirit we are worshiping God. അങ്ങനെ ദേഹം ദേഹി ആത്മാവിൽ ഏകീഭവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം. And so body, mind and soul in oneness must yield worship unto God. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയുള്ള ജീവിതം ദൈവത്തിനായി സമർപ്പിച്ചു ദൈവത്തെ ആരാധിക്കണം. In other words, we must yield a holy life unto God, and in that surrender bring worship to him. അപ്പോൾ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്, And so in order to discern that the will of God is such, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. we must renew our mind and be transformed. എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആത്യന്തികമായ ലക്ഷ്യം നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. In other words, the foremost will of God for man is for God to place man and bring him to eternity. എന്നാൽ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിലും ദൈവത്തിന് ഹിതമുണ്ട്. But as we live on the earth, there are needs that need to be met, and God has a plan and a will for the meeting of those needs as well. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ദൈവത്തിന് ഭൗതികമായ അനുഗ്രഹം നൽകുക എന്നുള്ള ഇഷ്ടം താല്പര്യവുമുണ്ട്. അപ്പോൾ തന്നെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ള സ്പിരിച്വൽ തിങ്സും ദൈവത്തിനുണ്ട്. God has a desire to meet our needs and bless us on this earth. At the same time, he also has a desire to bring us to eternity in a spiritual realm. ഓരോ നിമിഷവും ദൈവത്തിന്റെ ഹിതം നമുക്കറിയാൻ വലിയ ഇഷ്ടമാണ്. And each and every minute we have a desire to know the will of God. ഞാൻ ഈ പറഞ്ഞതെല്ലാം പകലെ ഓർപ്പിച്ച കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർപ്പിച്ചുണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. I'm just reminding you what I taught you this morning. പകലില്ലാത്ത ആളുകൾക്ക് വേണ്ടി ഒന്ന് റീകണ്ടിന്യൂ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. For those that were absent in the morning, I'm just recollecting these facts for you. ദൈവത്തിന്റെ ഹിതം The will of നമുക്കറിയുക എന്നുള്ളത് വലിയ ഇഷ്ടമാണ് നമുക്ക്. We have a desire to discern the will of God. നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുകയാണെങ്കിൽ വലിയ ഇഷ്ടമല്ലേ? Do we not have a great desire to know what will happen tomorrow? അത് ഭൗതികമായി ജീവിക്കുന്ന ലോക മനുഷ്യനെ സംബന്ധിച്ചും വലിയ ഇഷ്ടമാണ് ഭാവി കേൾക്കുക എന്നുള്ളത്. Amen. Any man who lives on the earth has a desire to know the details pertaining to his future. അവരതിനെ കൈനോട്ടം നോക്കുന്ന ആളുകളെ സമീപിക്കാറുണ്ട്. There are even people who go to palm readers for this very purpose. അവര് പല നക്ഷത്രവാര ഫലങ്ങളൊക്കെ നോക്കുന്ന ആളുകളെ സമീപിക്കാറുണ്ട്. People will even go to astrologers to find the futures. ചില വെളിച്ചപ്പാടത്തികളെ ഒക്കെ ബൈബിളിലുണ്ട്, എല്ലാം ആശ്രയിക്കാറുണ്ട്. We even have medium seekers that you can go to. എന്നാൽ സ്പിരിച്വലായി ആത്മീകതയിൽ ജീവിക്കുന്ന നമുക്കും ആ ഒരു ടെൻഡൻസി ഉണ്ട്. നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. And as spiritual people, we also have the tendency, we want to know what will happen tomorrow. അതെല്ലാ മനുഷ്യനുള്ള ഒരു കാര്യമാണ്. And while all of those things are pertinent to human life, ദൈവം നമ്മളെ കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നതെന്ന് അറിയുന്നത് നമുക്ക് ഇഷ്ടമാണ്. we have the desire to know what God desires for us as well. ദൈവഹിതം അറിയുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷമാണ്. We have a great joy in knowing the will of God. അതിനെന്ത് വേണം എന്നുള്ളത് കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. And the Bible tells us what we need to do to discern that will. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. Renew your mind and be transformed. മനസ്സ് പുതുക്കുക എന്ന് പറയുമ്പോൾ When we talk about renewing our mind, നമുക്ക് ഒരു മാറ്റത്തിന് വിധേയനാകാൻ ഏൽപ്പിച്ചു കൊടുക്കണം. we are surrendering ourselves to the matter of a sudden change. അതിനുവേണ്ടിയുള്ളതായി ഉപവാസ പ്രാർത്ഥന. And that's what this fasting and prayer is for. ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. We are giving ourselves for a change
change of heart and a change of our thinking before the എന്താണ് Lord. യഥാർത്ഥ ഉപവാസം? What is genuine fasting? ഹൃദയത്തെ തന്നെ കീറി മുറിക്കണം. It is about breaking and rendering your heart torn before the നമ്മെ Lord. തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. It is about humbling and surrendering before the നമ്മുടെ Lord. പദവിയിൽ നിന്നും താഴോട്ടിറങ്ങണം. Coming down from our positions. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ മാറ്റിവെക്കണം. Setting aside the realm of our intellect. നമ്മുടെ പാരമ്പര്യങ്ങളെ മാറ്റിവെക്കണം. Setting aside our traditions. നമ്മുടെ എക്സ്പീരിയൻസിനെ മാറ്റിവെക്കണം. Setting aside our experiences. എന്നിട്ട് നമുക്ക് പറയാൻ കഴിയണം, കർത്താവേ ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. Then we have to be able to say, Lord, I'm coming to your presence. കർത്താവേ നിന്റെ സാന്നിധ്യം എന്റെ മേൽ പകരണമേ. Lord, pour out your presence upon me. ഇങ്ങനെ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. God can only use a person that is ready to surrender before God in this way. ഇന്ന് രാത്രി ആ സമർപ്പണത്തിലേക്ക് എത്ര പേര് വരുമോ അവരോട് ദൈവത്തിന്റെ വ്യക്തമായ ആലോചനയുണ്ട് ഇന്ന് രാത്രി. Amen. Anybody who's willing to come to this surrender this evening, God has appointed counsel for you this evening. ദൈവം മനുഷ്യനെ ഏദനിലാക്കി വെച്ചപ്പോൾ When God placed man in the Garden of Eden, പിശാചിന്റെ തന്ത്രം അവന്റെ തേജസ് നഷ്ടപ്പെടുത്തി. as the tactic of the enemy, hallelujah, the Bible tells us that glory was lost. ഇന്നലെ രാത്രിയിലും നാം കേട്ടു, Even tonight we heard, വസ്ത്രം ഉണ്ട് എന്ന് പറയുന്നെങ്കിലും even if you say that I have my garments upon me, വസ്ത്രം വിൽക്കാനുണ്ടെങ്കിലും and even if you can say that I can sell my garments, നഗ്നനായി നിൽക്കുകയാണ് ലവോദിക്ക സഭ. amen, the church in Laodicea stands before the Lord as a naked church. കണ്ണിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സംവിധാനമുള്ളതാണ് ലവോദിക്ക. Laodicea had the means to get treatments for the eyesight, പക്ഷെ കാഴ്ചപ്പാട് മങ്ങിയിരിക്കുകയാണ്. but the eyesight has become dim. എന്നാൽ ഇന്ന് രാത്രി But this evening, ദൈവം നമ്മോട് സംസാരിക്കുന്നത് the Lord is speaking to us യഥാർത്ഥമായ കാഴ്ചപ്പാടിലേക്ക് നാം എത്തണം. and teaching us that we must come to a genuine point of clear eyesight. പിശാചിന്റെ ഇഷ്ടം നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റിക്കളയുകയാണെങ്കിൽ, The desire of the enemy is to make us lose our vision, നമ്മുടെ തേജസ്സിനെ നഷ്ടപ്പെടുത്തി കളയുക എന്നുള്ളതാണ്. to make us lose our glory, നമ്മുടെ വസ്ത്രം കളഞ്ഞ് നമ്മളെ വിവസ്ത്രരാക്കുക എന്നുള്ളതാണ്. to rip away our garments and to bring us to nakedness and shame. എന്നാൽ കൃപയിൽ നിന്ന് നമ്മെ മാറ്റി കളയുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. And while the goal of the enemy is to bring us away from the glory of God, എന്നാൽ ഇന്ന് രാത്രി ദൈവ തേജസ്സിലേക്ക് നിന്നെ മടക്കിക്കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. this evening God has a plan to restore you back to the glory of God. ദൈവ കൃപയിലേക്ക് നിന്നെ കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. God has a plan to restore you back to the grace of God. ഇന്ന് രാത്രി ദൈവകൃപ പ്രാപിച്ചവനാണെങ്കിൽ And if you are somebody that has received the grace of God പിശാചിന്റെ tonight, തന്ത്രം നിന്നിൽ ജയിക്കത്തില്ല. the tactic of the enemy, the strategy of the enemy will not win in your life. ദൈവകൃപ ഏറ്റെടുക്കുന്നവനാണെങ്കിൽ If you have received the grace of God, പിശാച് നിന്നെ ജയിക്കത്തില്ല. the enemy will not overcome you. പിശാചിന്റെ കയ്യിൽ ആയുധമില്ല, തന്ത്രമേ ഉള്ളൂ. In the hands of the enemy, he has no weapons, he only has strategies. നമ്മുടെ കയ്യിൽ ആയുധമുള്ളത്. But we have the weapon of God in our hands. പക്ഷേ ഇത് ഉപയോഗിക്കേണ്ടവല്ല, ഉപയോഗിച്ചില്ലെങ്കിൽ തന്ത്രമുള്ളവൻ വിജയിക്കും. But if we don't use the weapon as it should be used, the tactician will overcome you. അതുകൊണ്ടാ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. That's why the Bible says, be not someone who does not know the tactics of the enemy. ഏദനിൽ പിശാച് ഹവ്വയെ ഒരു ഫ്രൂട്ടിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുകയെങ്കിൽ, As we see in the Garden of Eden, the enemy defeated Eve just by tactically talking about a fruit. നമ്മുടെ അടുത്ത് വരുന്ന ഒരു ഫ്രൂട്ട് കാണിച്ചായിരിക്കത്തില്ല. He may not come close to us by showing us a fruit. വേറെ പല മോഹന വാഗ്ദാനങ്ങളും നമ്മുടെ മുൻപിൽ തരും. He may show us many other things that are easy on the eyes around us. നമുക്ക് പല സെലക്ഷനും കൺഫ്യൂഷൻ ആക്കി മാറ്റും. And many selections will become confusing for us. അതൊരു ഫാമിലി ലൈഫിലേക്ക് കയറുന്നതാണെങ്കിലും, Even if it is a matter of coming into family life, ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കുന്നതാണെങ്കിലും, or about the professional choices, ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്ന കാര്യമാണെങ്കിലും, or it could be about a move to a different place, സംടൈം നമുക്ക് കൺഫ്യൂസ്ഡ് ആകും. we may become very confused. ഇവിടെയാണ് നമുക്ക് ദൈവഹിതം തിരിച്ചറിയേണ്ടത്. And we need to discern right there what the will of God is. ഇന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, But this evening, if the presence of God is with you, ദൈവ വചനത്തിനനുസരിച്ച് നിനക്ക് മൂവ് ചെയ്യാൻ കഴിയും. you will be able to move in obedience to the word of God. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, God spoke to Abraham, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. go to the place that I will show you. അതിനു മുൻപ് അബ്രഹാമിന് അങ്ങനെ ഒരു കാര്യമേ അറിയത്തില്ല. Abraham had never known such a thing until then. വിഗ്രഹങ്ങളെ വില പറഞ്ഞ് വിപണിയിൽ വിലപേശി വിൽക്കുന്ന അബ്രഹാമിന്റെ കുടുംബത്തിൽ നിന്ന്, From the family of the creators of idols and the sellers of idols, അവിടുന്ന് ദൈവം വിളിക്കുകയാണ്, God is calling him out. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. Go to the nation where I will show you. ഇന്ന് രാത്രി
in this evening, നമുക്ക് പ്രത്യക്ഷമായി ഒന്നും കാണാനില്ലെങ്കിലും even if we have nothing for us to see clearly before us, ദൈവവചനത്തിന് ഒത്തവണ്ണം നീ മൂവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, are you ready? If you are ready to walk according to the word of God, ഒരു പൊട്ടനെ പോലെ സ്റ്റെപ്പ് വെക്കാൻ തയ്യാറാണെങ്കിൽ, if you are ready to take a step like a foolish person, ഇന്ന് രാത്രി ദൈവവചനത്തിന് ആ കേൾവിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ, and if you're able to go before the Lord with question marks ahead of you, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. God will do a miracle on behalf of you. ഒരു പൊട്ടനായി ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ, Only if you surrender like a fool before the Lord, ദൈവ പ്രവൃത്തിക്ക് അനുസൃതമായി മുൻപോട്ട് പോകാൻ കഴിയത്തുള്ളൂ. can you obey according to the plan of God to move forward. അബ്രഹാമിന്റെ കുടുംബക്കാർ ചോദിച്ചു കാണും, അബ്രഹാം ഇനി എവിടെ പോവാ? His family members, Abraham's family members would have asked him, where are you going? അബ്രഹാമിന് പറയാനുള്ള ആൻസർ, കാണിപ്പാൻ ഇരിക്കുന്ന ദേശത്തേക്ക് പോവുകയാ. Abraham would have said, I'm going to a place that he will show me. അവന്റെ കുടുംബക്കാരും വീട്ടുകാരും എല്ലാം അവനെ മണ്ടനെന്ന് വിധി എഴുതും. All the people in his family may have called him a foolish man. ഇന്ന് രാത്രി നീ പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ, But when you come to the experience of Pentecost tonight, ദൈവകൃപയിലേക്ക് വരുമ്പോൾ, when you come to the grace of God tonight, യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറെടുക്കുമ്പോൾ, and when you become ready to worship God in genuine worship, ഒരു പക്ഷേ നിന്റെ കുടുംബക്കാർ, കൂട്ടുകാർ, വീട്ടുകാർ എല്ലാവരും നിന്നെ തഴഞ്ഞെന്ന് വന്നേക്കാം. your family members and your hallelujah and society members may set you aside. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നോട് പറയുന്നു, But tonight the Holy Spirit is speaking to you. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. The one who has called you is faithful. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. The one who has spoken will not change his words. അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. He is not a God who will leave you halfway through the journey. ഓർക്കുക, അബ്രഹാമിനോട് പറയാണ്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകും. The Lord spoke to Abraham and said, I will go to the place where I will show അങ്ങനെ you. അബ്രഹാം യാത്ര ചെയ്യുകയാണ്. So Abraham began the journey. അബ്രഹാമിന് ഒരു പരാതി, There was a complaint in his life. എനിക്കൊരു തലമുറയില്ല. I have no children. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിനക്ക് തലമുറയെ തരും. The Lord spoke to Abraham and said, I will give you children. കുറെ നാള് കാത്തിരുന്നു, They waited quite a long time. തലമുറയെ കിട്ടുന്നില്ല. They are not able to have children. അന്നേരം ഭാര്യ വന്നൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു. And his wife came and gave him an idea. അവൻ ദൈവത്തോട് ചോദിക്കാതെ അത് ഏറ്റെടുത്ത് തലയിൽ വഹിച്ചു. And receiving that idea without counseling with God, he put it in his heart to do. ഇന്ന് രാത്രി എവിടെ നിന്ന് ഒരു ഐഡിയ വന്നാലും, This evening, no matter where an idea is coming from, അതിലൊരു ദൈവഹിതം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ നിനക്ക് കഴിയണം. you must be ready to discern if the will of God is present in that idea. ആ ദൈവഹിതം അറിയാത്ത പക്ഷം If you don't know the will of God, നിന്റെ ജീവിതം ഫെയിലിയർ ആയി പോകും. your life will be a failure. അതുകൊണ്ട് എന്താ, അവിശ്വാസത്തിന്റെ സന്തതി വീട്ടിൽ ജനിച്ചു. That's why the generation of unbelief was born into his household. ദൈവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. There is a uniqueness to our God. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്ത He ദൈവമാണ്. is a God who does not change his words. ഞാൻ നിനക്ക് തലമുറ തരാമെന്ന് പറഞ്ഞാൽ തരും. If he tells you that I will give you generations, he will give you generations. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. Let me tell you the difference between God and man. ഞാനും അഖിലാസ് പാസും സുഹൃത്തുക്കളാണ്. Pastor Achilles and I are friends. ഞാൻ പറയാണ്, അഖിലാസ് പാസ്, ഞാൻ വാസുക്ക് ഒരു വണ്ടി എടുത്ത് തരാമെന്ന്. Let me say that, for example, if I tell Pastor, I'm buying you a car. ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞാണേ. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ, And for example, if he says, let me buy you a car. ഈ സഭയിലെ ഒരു അച്ഛൻ ഒരു വണ്ടി അങ്ങ് എടുത്തു കൊടുത്തു. Now let's say at that moment there is an uncle in the church who brings that car. അപ്പൊ ഞാൻ അഖിലാസ് പാസ്റ്ററോട് പറയും, And I tell Pastor Achilles, പാസ്റ്റർ, ഞാൻ ഒരു വണ്ടി എടുത്ത് തരാൻ ഇരിക്കുകയായിരുന്നു. I was ready to get you a car. എന്നാൽ പാസ്റ്റർക്ക് വണ്ടി കിട്ടിയല്ലോ. But now you already got a car. സ്തോത്രം. Praise the Lord. ദൈവം അനുഗ്രഹിക്കട്ടെ. God bless you. ഇത് പറഞ്ഞ് ഞാൻ എന്റെ വഴിക്ക് പോകും. I will say this and I will turn around and go back. പക്ഷെ ദൈവം അങ്ങനല്ല. But God is not such a way. അവൻ തരാമെന്ന് പറഞ്ഞാൽ, If he tells you that he will give you something, 100 പേര് നിനക്ക് തന്നാലും, even if 100 people give you something, അവൻ തരാമെന്ന് പറഞ്ഞ വാക്ക് പിൻവലിക്കത്തില്ല. he will not take back his promise that he gave to you. രാത്രി വാക്തത്വം കേട്ടവരെ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തുകയാണ്. Oh, I'm reminding all those that have heard promises. ദൈവം നിന്നോടൊരു വാക്തത്വം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, If God has given you a promise, ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if God has given you a prophetic utterance, അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. he will not leave you halfway through. ദൈവം നമ്മോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, If God has given you a prophetic promise, അവനത് നിവർത്തിക്കും. he will fulfill it. Amen. ഇസഹാക്കിനെ ദൈവം അബ്രഹാമിന് കൊടുക്കുകയാണ്. God gave Isaac to Abraham. കുറച്ചു നാൾ കഴിഞ്ഞപ്പോ And after some days, ആ അബ്രഹാമിനോട് പറഞ്ഞു, God spoke to Abraham, നിന്റെ മകനെ എനിക്ക് യാഗം അർപ്പിക്കണമെന്ന്. give your son to me as a sacrifice. അബ്രഹാം Abraham
ഈസഹാക്കുമായി യാത്ര ചെയ്യുമ്പോൾ began a journey along with Isaac. അപ്പനും മകനുമുള്ള യാത്രയിൽ നമുക്കറിയാം And as they're journeying, we might know this. മക്കൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പനമ്മമാരോട്. Questions may arise from our children directed towards the parents. നമ്മൾ പലപ്പോഴും എപ്പോഴും ആ എക്സാക്റ്റ് മറുപടി ആയിരിക്കത്തില്ല പറയുന്നത്. And sometimes we may not give them the exact answers. അവർക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ പറയത്തുള്ളൂ. And we only tell them what they are capable of ഇവിടെ understanding. ഇരിക്കുന്ന കൊച്ചു കുഞ്ഞിനോട് മോനെ നാട്ടിൽ നിനക്ക് വലിയ റബ്ബർ തോട്ടം എഴുതി തന്നിട്ടെന്ന് പറഞ്ഞാൽ അവനത് വലിയ കാര്യമല്ല. If you tell your young child, I'm going to give you a rubber plantation in India, he will not even care about your promise. പ്രായമുള്ളവർക്ക് വേണ്ട, പിന്നെ പിള്ളേർക്ക്. Even. അവനൊരു ടോയ് വാങ്ങിച്ചു കൊടുത്താൽ വലിയ സന്തോഷമാണ്. But if you buy him a small toy, he will be very excited. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളൂ. Amen. In other words, God has only revealed to you what you are capable of understanding. നീ ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നതിന് നിന്നെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അവൻ വെളിപ്പെടുത്തി നൽകും. And as you are spiritually growing in your life, God will increase your revelations concerning your life. ഇന്ന് രാത്രി പാൽ കുടിക്കുന്ന അവസ്ഥയിൽ നിന്ന് കട്ടിയുള്ള ആഹാരം കഴിക്കുന്ന ആത്മീക വളർച്ച, സ്പിരിച്വൽ വളർച്ച നമുക്കുണ്ടാകണം. May the Lord grant us a spiritual growth to go from drinking milk to eating solid food. ഇന്ന് രാത്രി ആ ഒരു അന്തരീക്ഷത്തിലേക്ക് വന്നാൽ ചില പുതിയ കാര്യങ്ങൾ കൂടെ വെളിപ്പെടുത്തി നൽകാൻ Amen. If we പോവുകയാണ്. come into such an atmosphere, God will reveal some new things to you. മോൻ അപ്പനോട് ചോദിക്കുക, The child is asking the father, അപ്പ തീയും വിറകും ഉണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ? Father, I see the wood, I see the supplies, but where is the animal for the sacrifice? അവൻ മോനോട് പറയാ, അപ്പൻ മോനോട് പറയാണ്, യാഗത്തിനുള്ള മൃഗത്തെ ദൈവം ഒരുക്കിക്കൊള്ളും. Father is speaking to the son, God will prepare the animal for the sacrifice. അത് അബ്രഹാമിന്റെ വിശ്വാസമാണ് പറഞ്ഞത്. That was Abraham's faith in God. ഇന്ന് രാത്രി നമ്മുടെ തലമുറയ്ക്ക് വിശ്വാസം കൈമാറാൻ നമുക്ക് പറ്റുമോ? Amen. This evening, are we able to impart to the next generation the faith that we have today? നമ്മുടെ 2-3 തലമുറയ്ക്കൊക്കെ മുൻപ്, Amen. 2 to 3 generations ago, before us, ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. there was a time when they had to pray for food. പട്ടിണി കിടക്കുന്ന കുഞ്ഞുങ്ങളോട് By looking at the children who are starving, ദൈവം ആഹാരം തരുമെന്ന് വിശ്വസിപ്പിച്ച് അവരെ ഇരുത്തിയിട്ടുണ്ട്. by faith they told their children, God will give us food, have a seat. പൈസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടി വന്നിട്ടുണ്ട്. There was a time where they had to pray for money. തലമുറകളോട് ദൈവം തരുമെന്ന് വിശ്വസിപ്പിച്ച് ഇരുത്തിയിട്ടുണ്ട്. And by telling their children God will provide, they made them sit. അന്ന് ആഹാരം എത്തിയിട്ടുണ്ട്, പൈസ എത്തിയിട്ടുണ്ട്. And at that time, food came and money also came. അന്ന് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. Back in those days when they did not have money to go to the hospital, when they got sick, all they could do was pray. ദൈവം വിടുതൽ നൽകിയിട്ടുണ്ട്. And God gave them healing. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. This evening, let me remind you something. ഇന്ന് നമുക്ക് ആഹാരത്തിന് മുട്ടില്ല. Today we have no lack in food. വസ്ത്രത്തിന് മുട്ടില്ല. We have no lack in garments. ഹോസ്പിറ്റലിൽ പോകണ്ട, നമ്മുടെ കൈ ടാബ്ലറ്റ് സ്റ്റോക്ക് ആണ്. Amen. We have all kinds of pharmacies stocked up in our house that we don't even have to go to the hospital. ഇന്ന് രാത്രി വിശ്വാസം പങ്കുവെക്കുവാൻ നമുക്ക് എന്ത് മെറ്റീരിയൽ തിങ്സ് ആണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്? What kind of material things do we have to share and impart our faith to the next generation? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ആവശ്യമായി നമ്മുടെ മുൻപിൽ വരുമ്പോൾ, Let me ask you, if your children come before you with a need, ഇന്ന് നമുക്ക് കൊടുക്കാനുണ്ട്. we have much to give them. പക്ഷേ വിശ്വാസം ആദ്യമേ പങ്കുവെക്കണം. But before you do anything else, give them the port of your faith. മമ്മി പനിയാണെന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോൾ, When your children tell you, Mommy, I have a cold, ഒരു ടാബ്ലറ്റ് എടുത്ത് കഴിക്കാൻ കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. I'm not against you giving them a medication for their cold. പക്ഷേ ആദ്യം നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. But you must be ready to pray for your child first. അവരെ എല്ലാ നീഡ്സിനും ഫസ്റ്റ് ദൈവത്തോട് പറയാൻ പഠിപ്പിക്കണം. You have to teach them that God is the foremost person to go to when they have a need in their life. പറഞ്ഞ അനുസരിക്കുന്ന പ്രായത്തിൽ ഈ ബൈബിൾ അവരുടെ അകത്താക്കണം. Amen. As they are ready to obey, put the word of God into them. ദൈവിക കൂട്ടായ്മയിൽ അവരെ പങ്കാളികളാക്കണം. You must make them partakers in the godly fellowships. നീ മടി പിടിച്ച് വീട്ടിലിരുന്നാൽ, If you are tired and staying at home, നിന്റെ ആരാധന കുറഞ്ഞു പോയാൽ, and if your worship has declined, നിന്റെ പ്രാർത്ഥന കുറഞ്ഞു your പോയാൽ, prayer has declined, നീ മറ്റുള്ളവരെ കുറ്റം പറയുന്ന നിന്റെ തലമുറ കേട്ടാൽ, and if your children hear you grumbling and complaining about other people, ദൈവദാസന്മാരെ കുറ്റം പറഞ്ഞ് ശീലമുള്ളത് തലമുറകൾ കേട്ടാൽ, and if your children hear you grumbling
and backbiting against God's people, നിന്റെ തലമുറയെ കൊണ്ട് നീ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. you may have to face much difficulty because of your generations. അത് വരാതിരിക്കാൻ In order for that not to happen, നമ്മെ കണ്ട് ആത്മീക ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ വളരണം. our children must watch us and grow in their spiritual life. നാം ആരാധനയ്ക്ക് പോകുന്നതും As we go to worship, നാം പ്രാർത്ഥിക്കുന്നതും as we pray, നാം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതും as we give for God's work, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നതും as we honor God's people, ദൈവിക പ്രവൃത്തിയിൽ നിലനിൽക്കുന്നതുമായ കാര്യങ്ങൾ അവർ കണ്ടുപഠിക്കണം. they must watch us standing in the work of God and learn from us. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. Amen. In other words, there are people who have failed in all the areas I just അവരെ listed. തിരിച്ചറിയാൻ പഠിപ്പിക്കുകയും കൂടെ വേണം. Amen. You have to teach them how to discern that. അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. There is something you have to teach them. ഇവിടെ വിജയിച്ച് കഴിഞ്ഞ ആരുമില്ല. Amen. There is nobody who has completely been victorious. വിജയിച്ച ഒരുവനേ ഉള്ളത് കർത്താവ് There is മാത്രമാണ്. only one person who has been ultimately ആ victorious. കർത്താവിനെ നോക്കി യാത്ര ചെയ്യാൻ നമ്മുടെ തലമുറകളെ We have പഠിപ്പിക്കണം. to teach our generations to walk by looking unto Jesus. അബ്രഹാം തലമുറയോട് പറഞ്ഞു, Abraham spoke to his children. നിനക്ക് വേണ്ടി നമുക്ക് വേണ്ടി ഒരു മൃഗത്തെ കരുതിക്കൊള്ളു. He spoke to his son and said, the Lord will provide the അവിടെ sacrifice. ചെന്ന് ഇസഹാക്കിനെ കൈയും കാലും ഒക്കെ കെട്ടിയപ്പോൾ And when Isaac's hands and feet were bound, അവിടെ ഇസഹാക്ക് പ്രതികരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. we don't see that Isaac was standing there. എന്താ പ്രതികരിക്കാഞ്ഞെന്നറിയാമോ? Do you know why he did not complain? അവനോട് പറഞ്ഞു മനസ്സിലാക്കി, മോനെ, തീയിൽ നിന്ന് പോലും നിന്നെ തിരിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. Father must have taught his son, God is able to bring you back out of the ashes and fire because I have such a God. ഇത് പറഞ്ഞാൽ വിശ്വസിക്കണമെങ്കിൽ In order for you to believe when something like this is spoken, ഇസഹാക്കിന് എക്സ്പീരിയൻസ് ഉണ്ടാകണം. Isaac must have had some experience. ഇന്ന് രാത്രി നിന്റെ തലമുറയ്ക്ക് നീ പറഞ്ഞാലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകണം. Amen. If your children watch you say something, let them have the experience of witnessing നിന്റെ it. പിതാക്കന്മാരിൽ നിന്നുള്ള എക്സ്പീരിയൻസ് തലമുറയിലേക്ക് പകർന്നു കൊടുക്കണം. Come on, impart the experience of your forefathers onto your children. ഇന്ന് രാത്രി തലമുറയിൽ ഒരു വിടുതൽ ഉണ്ടാകും. This evening there will be a deliverance in your generation. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്റെ തലമുറയെ അനുഗ്രഹിക്കാം. The Lord spoke to Abraham, I will bless your children. അതുകൊണ്ടല്ല ഇസഹാക്കിനെ അനുഗ്രഹിച്ചത്. That was not the reason God blessed Isaac. ഇസഹാക്കിന്റെ ജീവിതത്തിൽ അപ്പനെയും ദൈവത്തെ അനുസരിച്ച ഒരു മണ്ഡലമുണ്ട്. There was a time in Isaac's life where he obeyed his father and God. വാഗ്ദത്തത്തിനും കത്തിക്കും നടുവിൽ വെളിപ്പെട്ടൊരു ശബ്ദമുണ്ട്. There was a sound between the promise and the sword. ഇന്ന് രാത്രി ആ ശബ്ദം ഇവിടെ മുഴങ്ങുന്നു. Amen. That sound is resounding in this place. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. The sound of a God who can make the impossible possible. നമ്മുടെ ചിന്തയ്ക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. The sound of God who works beyond our understanding. നമ്മുടെ ലോജിക്കിനപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. The sound of a God who works beyond our logic. മെഡിക്കൽ സയൻസിനപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം. The sound of God who works beyond medical science. ഇന്ന് രാത്രി ആത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. The presence of the Holy Spirit is moving among us. ഞാൻ പറയട്ടെ, Let me tell you, കർത്താവ് ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ after Jesus came into the world, അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്ത് മുന്നോട്ട് പോയി. we see that he performed signs, wonders and great exploits. കേവലം ഒരു രോഗസൗഖ്യമല്ല കർത്താവിന്റെ ലക്ഷ്യം. It was not the ultimate goal for him to simply heal a sickness, അതിവിടെ വേണ്ട കാര്യം തന്നെയാണ്. even though that is a necessary thing on ഇന്ന് this രാത്രി side. നിന്നോടുള്ള ബന്ധത്തിലും ഒരു ജോലി തരുന്നതും രോഗസൗഖ്യം മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി. God's plan is not to simply heal you and give you a job. കർത്താവ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളുടെ വീര്യപ്രവൃത്തികളുടെ നിത്യത ദൈവരാജ്യത്തെ ചൂണ്ടിക്കാണിച്ചു. Amen. Jesus was pointing to the kingdom of God through the signs, through the wonders and through the great ഇന്ന് exploits. രാത്രി ഇവിടെ രോഗസൗഖ്യം വിടുതലുകളും ദൈവം ചെയ്യും. എന്നാൽ അത് മാത്രമല്ല ദൈവത്തിന്റെ പദ്ധതി നിന്നെ നിത്യതയിൽ എത്തിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ Even പദ്ധതി. tonight God will do signs and wonders and miracles among us, but that is not the ultimate goal. The ultimate goal is to take you to the kingdom of God. കർത്താവ് പോകുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. There was something that Jesus spoke as he ascended. ഞാൻ പോയി കഴിഞ്ഞാൽ After I go, സകല സത്യത്തിലും ബോധത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് അയക്കും. I will send a helper, the Holy Spirit, who will lead you into all truth and righteousness. അവൻ നിങ്ങളെ സകല സത്യത്തിലും ബോധത്തിലും വഴി നടത്തും. He will lead you into all truth and righteousness. ഗലാത്യലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ In Galatians chapter 5 verse 16, അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. the Bible says, obey the walk in the Spirit. ആത്മാവെന്ന് പറയുമ്പോൾ When we talk about the Spirit, ദേഹം ദേഹി ആത്മാവെന്ന ത്രിമാന ഘടകങ്ങളോടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. God created man with a body, mind and spirit.
എന്നാൽ ഇവിടെ പറയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണ്. However, the Spirit in this passage is a reference to the Holy Spirit. എന്നാൽ ഈ ക്രിസ്തീയ ജീവിതം ഈ കൃപായുഗത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നീ നടക്കണം. In other words, in the realm of grace, you have to obey the Holy Spirit and walk. അവിടെ 3 പദം നമുക്ക് കാണാൻ കഴിയും. We see 3 words there. ആത്മാവ്, അനുസരണം, നടപ്പ്. We see walking, spirit, and obedience. നമുക്ക് എപ്പോഴും അനുസരണം എന്ന് പറയുന്നത്, When we talk about obedience, പ്രായമുള്ളവർ പറയുന്നതൊക്കെ പ്രായം കുറഞ്ഞവർ കേൾക്കുക എന്നുള്ളതാണ് അനുസരണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. we generally think of obedience as obeying what older people tell us. എന്നാൽ അതിന്റെ യഥാർത്ഥമായ അർത്ഥം പരിശോധിച്ചാൽ, But if you examine the actual meaning of the word, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യുന്നതാണ് ഒബീഡിയൻസ്, അനുസരണം എന്ന് പറയുന്നത്. obedience is actually doing the things as they should be done. നല്ലത് ആര് പറഞ്ഞാലും ഏറ്റെടുക്കാൻ ഒരു മനോഭാവം ഉണ്ടാകണം. It is a mindset to receive the right ways no matter who teaches it to us. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് As we live in the time period of grace, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചിട്ടുണ്ട്. we know that the Lord has sent the Holy Spirit, the helper, to us. പക്ഷെ അത് കാത്തിരുന്ന് പ്രാപിക്കണം. But you have to receive that in waiting. കാത്തിരുന്ന് പ്രാപിക്കുമ്പോൾ And when you wait and receive, മർക്കോസിന്റെ മാളിക മുറിയിൽ വെളിപ്പെട്ട അതേ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. the same power that was revealed in the upper room of Mark's house has not declined in its power even today. അവിടെ വായിക്കുന്നത് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. We read that they began speaking in tongues. നിന്നു എന്ന് എങ്ങും വായിക്കുന്നില്ല. Amen. Not just any time, not just going forward. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ Those that speak in tongues, മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ സംസാരിക്കും. he who speaks in tongues does not speak with man but with God. ഒരിക്കൽ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു, One uncle once asked me, നിങ്ങൾ പെന്തക്കോസ്തുകാര് you guys are Pentecostals, അന്യഭാഷയിൽ സംസാരിക്കുന്നുണ്ടല്ലോ, you guys are speaking in tongues. എന്തിനാ സംസാരിക്കുന്നത്? Why do you speak in tongues? അപ്പം ഞാൻ പറയുന്ന ആൻസർ കിട്ടാൻ വേണ്ടി തന്നെ അദ്ദേഹം അത് ചോദിച്ചത്. The man was asking me for a particular answer. ദൈവത്തോട് സംസാരിക്കാൻ. I said, I speak in tongues that I may communicate with God. പിന്നെ നമുക്ക് തന്നെ ആത്മീക വർധനവ് വരുത്താൻ. And the Bible says that our spiritual man can be edified. അദ്ദേഹം ചോദിച്ചു, ദൈവത്തോട് സംസാരിക്കാനാണെങ്കിൽ നിങ്ങൾ പലരും 2-3 വാക്കൊക്കെ പറയുന്നുള്ളല്ലോ, ഇതും കൊണ്ട് എങ്ങനെ സംസാരിക്കുന്നേ? That man asked me, when you guys speak in tongues, it's really just a repetition of 2 or 3 words. How do you communicate with God with that? ഞാൻ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം പറയുന്ന ഒരു കാര്യമായത്. When I take a class on the Holy Spirit, I mention this. ഇത് സംസാരിക്കാൻ ഒരു പ്രത്യേക പ്രേരണ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. I'm telling you this because I just have a leading to speak about this. നമ്മൾ ഇവിടെ പലരും അത് ചിന്തിച്ചിട്ടുണ്ട്. Many times we have thought about this. ഞാൻ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, അച്ഛൻ എത്ര മക്കളാന്ന് ചോദിച്ചു. I spoke to this uncle and I said, Uncle, how many kids do you have? 2 പേരാണ്. He said, I have 2 kids. ഞാൻ ചോദിച്ചു, മൂത്തയാള്? What about the elder one? മൂത്തയാൾ എഞ്ചിനീയറിംഗിന് പഠിക്കുകയെന്ന് പറഞ്ഞു. He said, my elder son is an engineer. ഞാൻ ചോദിച്ചു, ആ കുഞ്ഞുണ്ടായ സമയത്ത് തന്നെ അവന്റെ മമ്മിയോട് എന്റെ ഡാഡി എന്ത് ചെയ്യും ചോദിച്ചോന്ന് ചോദിച്ചു. I asked uncle, when that child was born, did you ask that child, where is daddy? ആ കുഞ്ഞ് കരഞ്ഞത് ശ്വാസത്തിന് വേണ്ടിയല്ലേ ആദ്യം കരഞ്ഞത്? When that child cried in the beginning, it cried to draw a breath. അതിനുശേഷം ഫുഡിന് വേണ്ടിയല്ലേ കരഞ്ഞത്? Following that, the baby cried for food. അപ്പൊ കരച്ചില് മനസ്സിലായ അമ്മ വേണ്ടത് കൊടുത്തു. When the child is crying, the mother discerns the need and provides the need. പിന്നെ ഇഞ്ഞാന്നൊക്കെയാ പറഞ്ഞത്. അതൊക്കെ അമ്മയ്ക്ക് മനസ്സിലായപ്പോൾ അതൊക്കെ കൊടുത്തു, വേണ്ടതൊക്കെ കൊടുത്തു. And when the child was making unintelligible sounds, the mother was able to understand the need and provide for the need. ശരിക്കും പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവും ഒന്നും ശരിക്കും നമുക്ക് അറിയത്തില്ല. In all reality, we don't know English or Malayalam clearly or properly. മലയാളം ചോദിച്ചാൽ അറിയാമെന്ന് ചോദിച്ചാൽ ഇല്ല. Do you know proper Malayalam? We don't actually know. ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ മലയാളികളെ വിളിക്കുന്ന അംഗ്രേജി വാലാന്നാ വിളിക്കുന്നത്. Amen. The North Indians refer to Malayalis as Angrezis or white people. എന്താണെന്നറിയോ, മലയാളത്തിൽ പദം ഇല്ലാത്തതുകൊണ്ട് ഇംഗ്ലീഷ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. Because they don't have the right word in Malayalam, they're using English words. ഇവിടെ സ്വിച്ച് ഒന്ന് ഇടാൻ പറയണമെങ്കിൽ മലയാളത്തിൽ പറയണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ട, വൈദ്യുത നിഗമന ആഗമന കേന്ദ്രം എന്ന് പറയേണ്ടി വരും. അപ്പോഴത്തേനും ആകെ ചൂടെടുത്ത് ഒരു വല്ലാത്ത രീതിയിലായി പോവും. പ്രൈസ് ദി ലോർഡ്. അത് മലയാളത്തിൽ ആ പദം ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് എളുപ്പമാണ്, അത് നമ്മൾ ഉപയോഗിക്കുക. Because we don't know the proper word for switch, we use the word switch instead of the Malayalam word. നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ, the parts in our house. ഇവിടെയൊക്കെ രാവിലെ വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് എങ്കിലും പറയും. Amen. The people in our household, at least in this country, they will at least say good morning. നാട്ടിൽ അതൊന്നും ഇല്ല. But in our country, there is nothing like that. ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് നീ ചോദിക്കും. They'll come and they'll just nod at you. എന്ന് പറയും.
അവിടെ രണ്ടുപേർക്കും കാര്യം പിടികിട്ടി. Amen. Without any words, they have communicated. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ If it is husband and wife, ഭർത്താവ് വന്ന് ചിലപ്പോൾ ഒരു നോട്ടേ ഉള്ളൂ. the husband will only give you a look. തിരിച്ചൊരു നോട്ടത്തിനകത്ത് എല്ലാ അർത്ഥമുണ്ട്. And when the look is returned, all the meaning has been conveyed. മനസ്സിലാകാത്തവർക്ക് മനസ്സിലായിക്കോളും. Amen. If you don't understand, one day you will understand. അപ്പോൾ ഭാഷയേക്കാൾ പ്രാധാന്യം ആശയത്തിനാണ്. Amen. In other words, more than words, these actions and body language have greater ഇവിടെ meanings. നമുക്ക് കിട്ടിയ ഭാഷ അംശമായതേ കിട്ടിയിട്ടുള്ളൂ. വചനത്തിലുണ്ട്. We have received in part, the Bible says, this language that we എന്ന് have. പറഞ്ഞ 3-4 കാണത്തുള്ളെന്ന്. That means you may only have 3 or 4 utterances. നിനക്ക് എത്ര ഭാഷ കിട്ടി എന്നുള്ളതല്ല വിഷയം. It's not about how many utterances you have. നിന്റെ ആശയത്തിനാണ് പ്രാധാന്യം. It is about where you are directing those words ഞാൻ to. ബുദ്ധി കൊണ്ടും ആരാധിക്കും ആത്മാവ് കൊണ്ടും പാടും. I am worshiping with my mind and with my spirit. ഇന്ന് രാത്രി നിന്റെ ആശയങ്ങൾ ഉടയവനോട് പങ്കുവെച്ചുകൊണ്ട് Come on, if you give your spirit unto God, the one who created it, ആത്മാവിൽ ആരാധിക്കുകയും ആത്മാവിൽ പാടുകയും ചെയ്യുമ്പോൾ as you begin to worship God in worship, in spirit and in truth, പരിശുദ്ധാത്മാവ് നിനക്ക് തുണ നിൽക്കുകയാണ്. the Holy Spirit stands with you. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ട്രാൻസ്ലേഷൻ ഒക്കെ ഉള്ളതുപോലെ, Just like we have translation now, ഗൂഗിൾ കറക്ഷൻ ഒക്കെ ഉള്ളതുപോലെ, we have Google auto corrections. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നതിനെ റൈറ്റ് ചെയ്ത് വിടുന്നത് പോലെ When we type and there is autocorrect that corrects your words, അത് പരിശുദ്ധാത്മാവ് ചെയ്യുകയാണ്. the Holy Spirit is correcting it. പിശാചിന് നിന്റെ Hallelujah. പ്രാർത്ഥനയെ തടയാൻ പറ്റത്തില്ല. The enemy cannot hinder your നിന്റെ prayers. ആശയത്തെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. The enemy cannot hinder your intentions. രാത്രി ആത്മാവിൽ ആരാധിക്കാൻ എത്ര പേർക്ക് How താല്പര്യമുണ്ട്? many of you have the desire to worship in അല്പനിമിഷം spirit? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന നിമിഷമാകട്ടെ. How many of you have the desire to speak in tongues? രാത്രി ആത്മാവിൽ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? How many of you have the desire to pray in the രാത്രി spirit? അഭിഷേകം കിട്ടിയ ഭാഷയിൽ നീ ദൈവത്തെ സ്തുതിച്ചു. രാത്രി അഭിഷേകത്തിന്റെ നിറവ് Come on, ഉച്ചി മുതൽ praise. ഉള്ളങ്കാൽ വരെ വ്യാപരിക്കട്ടെ. Praise him in the spiritual tongues and give him the glory this evening. നിന്റെ ആശയം ഉടയവനുമായി കൈമാറട്ടെ. നാളുകളായി നീ ഞരങ്ങുന്ന വിഷയം, നീ പ്രാർത്ഥിക്കുന്ന വിഷയം ഇന്ന് രാത്രി ഉടയവനുമായി കൈമാറുന്ന നിമിഷമാകുമ്പോൾ രാത്രി നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ തിരു സാന്നിധ്യം ഇവിടെ വ്യാപരിക്കുകയാണ്. Even as you bring your supplications and your needs before the Lord, tonight is a night where the presence of God will intervene on your issues. പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. When that which is complete comes, that which is in part will be done away with. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ, When you read the book of Genesis chapter 14, വായിക്കേണ്ട ഞാൻ പറഞ്ഞു വിടാം, I won't read it. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയായിരുന്നു. There was only one language in all the earth. അവിടെ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു. And they began to travel south. ഒരു സമഭൂമി കണ്ടു, അവിടെ പതിയിരുന്നു. They saw a flat land. അവിടെ അവർ ചിന്തിച്ചു, നമുക്ക് ഭാഷ ഒന്നാണ്, നമുക്ക് ഒരുമിച്ച് കൂടി നമുക്ക് ഇവിടെ ഒരു ഗോപുരം പണിയാം. They thought to themselves, because we have the language, let us build a great tower here. അത് അവരുടെ ബുദ്ധിയിൽ വന്ന ആലോചനയാണ്. That was a thought that was ദൈവത്തോ- coming up in their intellect. ദൈവത്തോട് ചോദിച്ചിട്ട് ചെയ്ത കാര്യമല്ല. Not something they discerned by asking God. അവര് പണിയാൻ ഉദ്ദേശിച്ച പ്രോഗ്രാം കാണാൻ ദൈവം ഇറങ്ങി വന്നു. And God came down to see what they were building. ദൈവം ഇറങ്ങുന്നത് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ദൈവം ഇറങ്ങുകയും ചെയ്യും. ദൈവം തച്ചുടയ്ക്കാനും ഇറങ്ങി വരും. Sometimes God comes down with his presence, but sometimes he comes down to hinder and to break it down. നീ നല്ല കാര്യമൊക്കെ ചെയ്യുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. It's good that you're doing great things. God is pleased in that. പക്ഷെ അതിൽ ദൈവഹിതം ഉണ്ടോന്ന് അറിയണം. But you need to know if the will of God is in that. നീ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ As you enter into a family life, ഒരാളിനെ ഇഷ്ടപ്പെടുന്നതല്ല പ്രശ്നം. it's not a matter of liking somebody. അതിൽ ദൈവഹിതം ഉണ്ടോ എന്നുള്ളതാ വിഷയം. The matter is the will of God present in that. നീ ഒരു ജോലിക്ക് കയറുന്നത്, When you go to your workplace, ഒരു കോഴ്സ് തെരഞ്ഞെടുക്കുന്നത്, when you choose a course, നിന്റെ ഭാവി പ്ലാൻ ചെയ്യുന്നത്, when you plan your future, അതൊക്കെ നല്ല കാര്യമാ. these are all good പക്ഷെ things. ദൈവഹിതമല്ലെങ്കിൽ But if it is not the will of God, അതിനെ ദൈവം തച്ചുടച്ച് കളയും. God will shatter and break it. Praise the Lord. നമ്മൾ Hallelujah. വീണ് കഴിഞ്ഞിട്ട് And after we finish, എന്ന് പറഞ്ഞാൽ വീണാൽ താങ്ങാൻ ദൈവമുണ്ട്. one more time. വീണാൽ താങ്ങാൻ ദൈവമുണ്ട്. We have a God who can uphold us when we fall. എന്നാൽ നീ ചാടുന്നതിലുണ്ടാകുന്ന വിഷയം, പ്രശ്നം, But the problems that you have when you're jumping, നീ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. you can only go through that experience on your own. ചാടിയാൽ If you jump, നിന്നെ പിടിക്കാമെന്നൊരു വാക്യമില്ല.
There is no word in the Bible that he will catch you when you jump. നിനക്ക് അബദ്ധം വരുന്നത് മിസ്റ്റേക്ക് വരുന്നതൊക്കെ പരിഹരിക്കാൻ ദൈവമുണ്ട്. God is able to correct any issues and mistakes that come. നീ അറിഞ്ഞിട്ടും എടുത്ത് ചാടിയാൽ, But knowingly, if you are willingly, intentionally moving against the will of God, നിന്റെ പ്രശ്നങ്ങൾ നീ അനുഭവിച്ചേ പറ്റൂ. can only go through the consequences of that. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ ജീവിതത്തിൽ ദൈവഹിതമേ നടക്കാവൂ? How many of you can say only the will of God will take place in my എന്റെ life? വിദ്യാഭ്യാസത്തിൽ എന്നെ ഒരു എഞ്ചിനീയറോ ഡോക്ടറോ നേഴ്സോ വാട്ടവർ എന്തായിക്കോട്ടെ അതാക്കണമേ എന്ന് പറയുന്നതല്ല, അതിനപ്പുറത്ത് ദൈവത്തിന്റെ ഹിതം എന്നിൽ നടക്കണം. Amen. Beyond asking, Lord, make me an engineer or a nurse or a doctor, you must say, Lord, let the will of God come to pass. നമ്മുടെ ദൈവം തന്റെ ഭക്തന്മാരുടെ നല്ല ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്ന ദൈവം തന്നെയാണ്. Truly, our God is a God who fulfills the desires of the righteous. എബ്ബേസ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. There was a prayer that was prayed. എന്റെ അതിനൊന്ന് വിസ്താരപ്പെടുത്തിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. Jabez prayed, Lord, enlarge my boundaries. അവൻ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. And the Bible says he was more honorable than his നീ brothers. ദൈവത്തിന്റെ മാന്യത കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ, If you're somebody that honors the power of God and walks in the നിന്റെ honor, ആവശ്യങ്ങൾ അവൻ നിവർത്തിക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. God is indeed faithful to fulfill your needs. ആമേൻ. Amen. ഇന്ന് രാത്രി സമർപ്പിച്ച് മാന്യതയിൽ നിലനിൽക്കാൻ തയ്യാറാണെങ്കിൽ, If you're ready to surrender and to stand in the honor of God. നിന്നോട് കരീത്തിൽ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരുന്നാ മതി. Amen. If God tells you to sit in Kerith, sit in Kerith. വേണ്ടത് അവിടെ വരും. What you need will come to Kerith. ഒരു പിടി മാവേ നിന്റെ കയ്യിലുള്ളെങ്കിലും If you only have a handful of flour, അതിനെ വർദ്ധിപ്പിച്ച് തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. I have a God who can multiply it for നിന്റെ കയ്യിൽ me. 5 അപ്പം ഉള്ളെങ്കിലും Even if I only have 5 loaves of അതിനെ വാഴ്ത്തി bread, നുറക്കുമ്പോൾ 5000 പ്രയോജനകരമാ. God can multiply it for the blessing of ഇന്ന് 5,000. നിന്റെ കയ്യിലുള്ളത് വെച്ച് നീ നിരാശപ്പെടണ്ട. Don't be disappointed with what is in അത് your hand. ദൈവകരങ്ങളിൽ ഏൽപ്പിക്ക. Submit it into the hand of God. അവന്റെ കരത്തിലെത്തി തിരിച്ചു വരുമ്പോൾ And when it comes back from the hand അത് of നിന്നെ God, അത്ഭുതങ്ങളിലേക്ക് വഴി നടത്തുന്നതാണ്. it will lead you into രാത്രി miracles. ആത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് കഴിയും? How many of you can surrender in the spirit? രാത്രി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? How many of you can കർത്താവേ, surrender? ദൈവഹിതം എന്നിൽ വെളിപ്പെടണമേ. Lord, let the will of God be revealed in ദൈവത്തിന്റെ me. പ്രവൃത്തി എന്നിൽ വെളിപ്പെടണമേ. Let the work of God be revealed in ഇന്ന് me. രാത്രി പരിശുദ്ധാത്മാവ് ഓരോ ഹൃദയങ്ങളോട് The ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. Holy Spirit is moving in every heart tonight. നമ്മൾ ഇവിടുത്തെ വാൾമാർട്ടിലേക്ക് ഒരു സാധനം വാങ്ങിക്കാൻ പോകാന്ന് ഓർക്കുക. Let me say, if we are going to Walmart to buy something, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. I'm giving you an example. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക. I'm sitting and praying at home. കർത്താവേ, ദൈവഹിതമാണെങ്കിൽ അത് കിട്ടിയാൽ മതി. Lord, if it is your will, let me have it. അവിടെ ചെന്ന് നമ്മൾ മുഴുവൻ തപ്പി നോക്കിയിട്ട് ആ സാധനം കിട്ടിയില്ലെങ്കിലും Even if we search the entire store and could not find what we are looking for, നമുക്ക് നിരാശയില്ല. there is no disappointment. എന്താ കാര്യം? What is the reason for the lack of hopelessness? ദൈവഹിതമല്ലാത്തോണ്ട് കിട്ടിയില്ല. Because if it was not the will of God, I couldn't get it. പിശാച് പലപ്പോഴും നമുക്ക് കിട്ടാത്തതിനെ ചൂണ്ടിക്കാണിച്ചാ നമ്മളെ ഫെയിലാക്കുന്നത്. Sometimes Satan points at things that we couldn't get and makes us think we failed. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മിസ്റ്റേക്കുകളെ കാണിച്ചിട്ട് അവൻ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും എല്ലാം മുടക്കി കളയും. He shows us our mistakes and tries to destroy our prayer and our worship life. ഒരിക്കലും ഒരു കുഞ്ഞിന് പറ്റിയ ഒരു കഥ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. Let me tell you the story of a child. ഒരു കുഞ്ഞ് ഒരു വീട്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇങ്ങനെ ആട്ടിക്കൊണ്ട് നടക്കുമ്പോൾ ഒരു കുഞ്ഞിന് ഇവന്റെ വടി കൊണ്ട് ചത്തുപോയി. Amen. As this child was one time tending a flock of chickens, one of the small chicks ended up dying as the stick made contact. ആ വീട്ടിൽ ജോലി ചെയ്യുന്ന സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ ഡാഡി വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. One of the workers in that home spoke to that child and said, when your dad comes, I will tell him what happened. ആന്റി ദയവായി പറയല്ലേ. And the child said, Auntie, please don't tell my dad. ഞാൻ പറയാതിരിക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ട ജോലി മൊത്തം നീ ചെയ്യാൻ പറഞ്ഞു. And so the auntie said, if you don't want me to tell your dad, do the work that I'm supposed to do and finish it completely. പിന്നെ ഇവനോട് കോഴിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി, വീട്ടിലെ മുഴുവൻ ജോലിയും തീരും. Then from that day, anytime the word chick is uttered, this child will do all the chores in the house. ഒരു ദിവസം ഇവൻ ചിന്തിച്ചു, One time this child thought, അവന്റെ ഡാഡിയുടെ അടുത്ത് അങ്ങ് പറയാന്ന്. then I'll just go and tell my dad myself. അവൻ ചെന്നിട്ട് പറഞ്ഞു, ഡാഡി എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഡാഡി എന്നോട് ക്ഷമിക്കണം. He went and told his dad, I did this, please forgive me. അപ്പോൾ ഡാഡി പറഞ്ഞു, ഞാൻ ജനലിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. The dad said, I was watching the whole thing unfold. ഞാൻ നീ ഇവിടെ ജോലി ചെയ്യുന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. And I know that you've been doing all the chores in this house. ഇത് എവിടെ വരെ പോകുമെന്ന് ഞാൻ നോക്കുമായിരുന്നു. And I was just watching how far can this go. അവനെല്ലാം പറഞ്ഞ് അവനെയൊക്കെ തലോടിയൊക്കെ, മോനെ ഇനി ഒന്നും അങ്ങനെ ചെയ്യരുത്, എന്തെങ്കിലും ഉണ്ട് ഡാഡിയോട് പറയണം എന്നൊക്കെ പറഞ്ഞ് അവനെ വിട്ടു. And the dad told him, don't do this again. If anything happens, just tell me next time. അടുത്ത ദിവസം വീട്ടിൽ ജോലി ചെയ്യുന്ന പുള്ളിക്കാരി വന്നിട്ട് കോഴിക്കുഞ്ഞെന്നല്ല കോഴി എന്ന് പറഞ്ഞിട്ട് ഒരു അനക്കമില്ല.
the next day, the worker in the home could not have any authority over that child. എന്താ അവന്റെ കോൺഫിഡന്റ് എന്നറിയാവോ? You know what the confidence was? എന്റെ അപ്പനോട് ഞാൻ ഏറ്റു പറഞ്ഞു. The confidence was, I told my dad what I did. ഇന്ന് രാത്രി മിസ്റ്റേക്ക് ഇല്ലാത്ത മനുഷ്യനില്ല. There is no person in this world who has not made a mistake. ഇന്ന് രാത്രി ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവന് കൃപ ലഭിക്കും. But if you can confess your sins, you will receive ഒരു grace. നിമിഷം ദൈവത്തിൽ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. Can we stand in the presence of God? ഇന്ന് രാത്രി ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് In order to discern the will of God, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. we must renew our mind and be transformed. നാം ഉപയോഗിക്കുന്ന ഫോൺ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യത്തില്ല. Our phone, if it is not updated, cannot work. ഒരിക്കൽ ഈ ഗൂഗിൾ മാപ്പ് പോലും അപ്ഡേറ്റ് ചെയ്യാത്ത ഒരാൾ അത് ഉപയോഗിച്ചു. One man tried to use Google Maps without updating the ആ maps. പുള്ളിയെ സെമിത്തേരി കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു യുവർ ഡെസ്റ്റിനേഷൻ ഈസ് റൈറ്റ് എന്ന്. And the Google Maps took him to a cemetery and said, you have arrived at നമ്മുടെ your ക്രിസ്തീയ ജീവിതം destination. അപ്ഡേറ്റ് ചെയ്യണം. Our Christian life must be updated. ഈ ഉപവാസ പ്രാർത്ഥന അപ്ഡേറ്റ് ചെയ്യാനുള്ളതാ. The fasting prayer is to update. നമുക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചൊരു ഡേറ്റ് പറയാൻ കാണും. We can even give a date for the day we receive the anointing. ജ്ഞാനപ്പെട്ട ഒരു ഡേറ്റ് പറയാൻ കാണും. A date when we were baptized. രക്ഷിക്കപ്പെട്ട ഒരു ഡേറ്റ് പറയാൻ A കാണും. date when we feel we were saved. റൈറ്റ് നൗ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? But that may not be the situation ഇന്ന് രാത്രി today. നീ അഭിഷേകത്തിൽ ആരാധിക്കുന്ന വ്യക്തിയാണോ? Oh, but tonight, are you a person that worships in anointing? അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ? Are you a person that worships God in spiritual tongues? അല്പനിമിഷം കണ്ണുകളെ ദൈവത്തിൽ അടച്ചിട്ട് Can we close our eyes in the presence of ഇന്ന് God രാത്രി for some ഒരുമിച്ച് time? പ്രാർത്ഥിക്കുന്ന നിമിഷമായി മാറട്ടെ. Let this be a time of praying കർത്താവേ, together. എന്നിൽ കുറവ് വന്നിട്ടുണ്ട്. Lord, I have made mistakes. എന്നിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. I have made errors. എന്നെ കഴുകണമേ. Wash me, Lord. എന്നെ ശുദ്ധീകരിക്കണമേ. Sanctify me, Lord. കർത്താവേ, നിന്റെ കൃപ എന്റെ മേൽ ചൊരിയണമേ. Pour out your grace upon me, Lord. ഇന്ന് രാത്രി നാം ആകുന്ന പാത്രം ശുദ്ധിയാകുമ്പോൾ And when our vessel is cleansed, ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി നിന്റെ മേൽ പകരുകയാണ്. the power of the Holy Spirit will be poured out upon us. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകരപ്പെടുമ്പോൾ When the Holy Spirit is poured out upon you, നാളുകളായി നിന്നെ പിൻപറ്റുന്ന രോഗബന്ധനം അഴിഞ്ഞു മാറുകയാണ്. the bondage of your sickness that has followed you all these years will be 12 broken. വർഷം ഏറി ഒന്ന് സഹിച്ചവൾ Even a woman that was bleeding for 12 years, കർത്താവിന്റെ സ്പർശം അനുഭവിച്ചപ്പോൾ when she experienced the touch of God, ബാധ മാറി സ്വസ്ഥയായി. she became changed and she was healed. എല്ലാ രോഗങ്ങളും രോഗമല്ല. Every sickness is not just a sickness. എല്ലാ രോഗങ്ങളും ബാക്ടീരിയ വൈറസ് കൊണ്ടുണ്ടാകുന്നതല്ല. Not every sickness is from a bacteria or from a നിന്റെ virus. സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഹല്ലേലൂയ അത് മണി മാനേജ്മെന്റിൽ ഉണ്ടായ പ്രശ്നമല്ല. Your financial issues are not because of money management issues. ചില പൈശാചിക തന്ത്രങ്ങൾ ഇന്ന് രാത്രി അടിയറ വെക്കുന്ന രാത്രിയാണ്. Some things have to be broken in a spiritual രോഗ- way, and tonight God will break it. ജീസസ് ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്ന രാത്രിയാണ്. A night where certain bondage of sickness will be broken. തൊട്ടടുത്ത കാലം എങ്ങോട്ട് വെക്കണമെന്ന് അറിയാതെ ആശയക്കുഴപ്പമുണ്ടെങ്കിൽ രാത്രി വ്യക്തമായ ധാരണ നൽകുന്ന രാത്രിയാണ്. If there is any confusion about what to do as your next step, tonight is a night of divine counsel. നിന്റെ പ്രൊഫഷനോടുള്ള ബന്ധത്തിൽ ഒരു ചേഞ്ച്, A change in your profession, നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചേഞ്ച്, a change in your education, നിന്റെ മണി മാനേജ്മെന്റിൽ ഒരു ചേഞ്ച്, a change in your money management, നിന്റെ ശുശ്രൂഷയിൽ ഒരു ചേഞ്ച്, a change in your ministry, നിന്റെ സഭാ വളർച്ചയിൽ ഒരു a ചേഞ്ച്, change in the growth of your church, നിന്റെ സ്പിരിച്വൽ ഗ്രോത്തിൽ ഒരു ചേഞ്ച്. a change in your ഇന്ന് spiritual രാത്രി growth. റൈറ്റ് നൗ അത് സംഭവിക്കുകയാണ്. ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ. എത്ര പേർക്ക് തിരിച്ചറിയാൻ How കഴിയുന്നുണ്ട്? many of you are able to discern? അല്പനിമിഷം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന നിമിഷമായി മാറട്ടെ. Let it be a time of worshiping together. ഉദാരബല, ഹന്തുര, ജനാരികതന. ഇത് നിർബന്ധത്താലേ അല്ല, മനസ്സോടെ ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ലഭിച്ച അഭിഷേകത്തിന് നിറവിൽ നിന്നുകൊണ്ട് അല്പനിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. കരമടിച്ച് ശക്തിയോടെ മഹത്വം ദൈവത്തിന് അർപ്പിക്കട്ടെ.